ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഡി പി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ബേസിക്കായിട്ട് എൻട്രീസൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു ബേസിക് ക്വസ്റ്റ്യനാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം. ഡി പി 1. സെല്ലർ ആർക്ക് സെയിൽ ചെയ്യാണ് ഗുഡ്സ്? ബയ്യർക്ക്. അപ്പോൾ സെല്ലറുടെ എൻട്രി എന്താ? ബയ്യർ അക്കൗണ്ട് അപ് ടു സെയിൽസ്. ബയ്യറുടെ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെല്ലർ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. എന്നിട്ട് സെയിം ഡേ സെല്ലർ ആരാണോ സെല്ല് ചെയ്യുന്ന അയാളാണല്ലോ എന്ത് ചെയ്യുക? ബില്ല് ഡ്രോ ചെയ്യുക. അപ്പോൾ സെല്ലറാണ് ഇവിടുത്തെ ആര്? ഡ്രോവർ. പിന്നെ ഡ്രോവി ആരാ? ബയ്യറാണ്. 15,000. എത്ര മാസത്തിന്? 2 months ബില്ല്. ബയ്യർ അത് അക്സെപ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് സെല്ലർക്ക്. ഓക്കെ. അപ്പം എൻട്രി എന്താ? സെല്ലർക്ക് ഇതെന്താണ്? ബിൽസ് റിസീവബിൾ എന്ന അസറ്റാണ്. അപ്പോൾ എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ബയ്യർ. ബയ്യർക്ക് ഇത് ബിൽസ് പേബിൾ എന്ന ലാബിലിറ്റിയാണ്. അപ്പോൾ അയാളുടെ എൻട്രി എന്താ? സെല്ലർ അക്കൗണ്ട് അപ് ടു ബിൽസ് പേബിൾ. പിന്നെ മെച്യൂരിറ്റി ഡേറ്റ് എത്തണം 2 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? ദ ബയ്യർ മീറ്റ്സ് ദ ബിൽ ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് അയാൾ എന്ത് ചെയ്തു? ബില്ല് മെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അടച്ചു. അപ്പോൾ ആർക്ക് പൈസ കിട്ടും? സെല്ലർക്ക്. എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. മറ്റാളുടെ എന്തായിരിക്കും? ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു. ഓക്കെ, അത്രേ ഉള്ളൂ. ജേണൽ എൻട്രി ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഡ്രോവറിയും പിന്നെ ആരും പറഞ്ഞിട്ടുണ്ട്? ഡ്രോവിയുടെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്സുകൾ പറയുന്നുണ്ട്. ഒന്നെന്താണ്? ഗുഡ്സ് എന്ത് ചെയ്യുക? സെയിൽ ചെയ്യുക. ആരുടെ പേഴ്സ്പെക്റ്റീവിൽ? സെല്ലറുടെ പേഴ്സ്പെക്റ്റീവിൽ സെയിൽസാണ്. മറ്റേ ബയ്യറുടെ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ എന്താണ്? പർച്ചേസാണ്. ഡ്രോ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക ബില്ല്. ഓക്കെ അല്ലേ? ആര് ഡ്രോ ചെയ്യും? സെല്ലർ. ആര് അക്സെപ്റ്റ് ചെയ്യും? ബയ്യർ. ബില്ല് എന്നിട്ട് എന്ത് ചെയ്യുക? ഹോണേഡ് ആവുക. ഹോണേഡ് എന്ന് പറഞ്ഞാൽ എന്താ? യഥാസമയത്ത് പൈസ അടക്കാതിരിക്കുമ്പോൾ അടുത്തൊരു ഹെഡിങ് ആണ് ഏതാ? ഡിസോണേഡ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻ ദി ബുക്സ് ഓഫ് സെല്ലർ ഒരുമിച്ച് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എഴുതി പഠിക്കാം. ഇതൊന്നുകൂടെ ഗുണം ചെയ്യും. ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇവിടെ ബയ്യർ അക്കൗണ്ട് അപ് ടു സെയിൽസ്. അപ്പുറത്ത് എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെല്ലർ. ഓക്കെ. ഇതിനടുത്ത് എന്താണ്? ഇവിടെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ഏതാ? ബയ്യർ. അപ്പോൾ നരേഷൻ എഴുതുമ്പോൾ ബീയിങ് അക്സെപ്റ്റൻസ് റിസീവ്ഡ് അല്ലെങ്കിൽ ബിൽ ഈസ് ഡ്രോൺ. ഈ ബിൽ ഈസ് ഡ്രോൺ എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് അക്സെപ്റ്റൻസ് റിസീവ്ഡ് എന്ന് എഴുതല. കാരണം ബില്ല് ഡ്രോ ചെയ്താൽ ബില്ലിൻ്റെ എൻട്രി എഴുതാൻ പറ്റില്ല. ബില്ല് ഡ്രോ ചെയ്ത് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം? മറ്റാൾക്ക്, സെല്ലർക്ക്, ബയ്യർക്ക്. എന്നിട്ട് ബയ്യർ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അപ്പോഴേ ബില്ല് എന്ത് ചെയ്യുള്ളൂ? വാലിഡ് ബില്ലാവും ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ബീയിങ് അക്സെപ്റ്റൻസ് റിസീവ്ഡ്. അടുത്ത എന്താ എൻട്രി? സെല്ലർ അക്കൗണ്ട് അപ് ടു ബിൽസ്. നരേഷൻ എന്താണ്? അക്സെപ്റ്റൻസ് ഗിവൺ. മറ്റടുത്ത് അക്സെപ്റ്റൻസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം? കൊടുക്കണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ബിൽ അക്സെപ്റ്റഡ് എന്ന് രണ്ടിടത്തും എഴുതാം. അക്സെപ്റ്റഡ്. ആരാ അക്സെപ്റ്റ് ചെയ്യുക വെച്ചാൽ ആരാ? ബയ്യറാണ്. ഓക്കെ. യഥാസമയത്ത് പൈസ കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. മറ്റേ ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ഏതാണ്? ക്യാഷ്. ഒരു പണിയും കൂടെ പറഞ്ഞുതരാം. ഇത് ഹോണേഡ് ആയാലല്ലേ? അല്ലേ? ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ് ഹോണേഡ് ആയാൽ എന്ത് സംഭവിക്കും നോക്കാം. ഡിസ് ഹോണേഡ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബില്ലിൻ്റെ ഒരു ഡേറ്റ് ഇല്ലേ? എന്നാണ് ബില്ല് ഡ്രോ ചെയ്ത്? 1/2 2 മാസമല്ലേ? അല്ലേ? പിന്നെ അവിടുന്ന് അങ്ങോട്ട് 2 എന്ന് പറഞ്ഞാൽ 3 ഫെബ്രുവരിയാണ് നമ്മളുള്ളത്. പിന്നെ മാർച്ച്, ഏപ്രിൽ എത്രാം തീയതിയാണ്? 1-ാം തീയതി നോർമൽ വരും. പ്ലസ് എത്ര ദിവസം കൂടെ ആഡ് ചെയ്യാം? 3 ദിവസം. അപ്പോൾ എത്രയാണ്? April 4. അപ്പോൾ 4 April 2019. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയുന്നു. ആ ദിവസം കഴിഞ്ഞിട്ടും പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ പിന്നെ ആ ബില്ലിന് എന്തില്ല? വാലിഡിറ്റി ഇല്ല. ഓക്കെ അല്ലേ? ആ ബില്ലിന് അക്കൗണ്ട്സിൽ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണിക്കാൻ പറ്റില്ല. ആർക്ക്? ഡ്രോവർക്ക്. ഡ്രോവിക്കും ബിൽസ് പേബിൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണിക്കാൻ പറ്റില്ല. അതിനെ ക്യാൻസൽ ചെയ്യണം. ഓക്കെ അല്ലേ? എന്നിട്ട് പഴയ എന്താണ്? അസറ്റ് അപ്പുറത്ത് പഴയ ലയബിലിറ്റി വീണ്ടും എന്ത് ചെയ്യണം? വരണം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ
ബില്ല് ഡ്രോ ചെയ്യുന്ന എൻട്രി ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് ബില്ല് ഡിസോണറായ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബയ്യർ. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താവും? ബയ്യർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ബിൽസ് റിസീവബിൾ. മറ്റടുത്ത് എന്താണ്? ബിൽസ് പേബിൾ അക്കൗണ്ട് സെല്ലർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ. അപ്പോൾ ഇവിടെ ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? സെല്ലർ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ബേസ് എന്താ? ആര്? സെല്ലർ വിളിക്കും ബയ്യറെ, ഹലോ ബയ്യർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബിൽസ് റിസീവബിൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണ്ട, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, നീ സമയത്തിന് തന്നില്ലല്ലോ. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്നുള്ള അസറ്റ് ഇയാളുടെ അസറ്റ് എന്ത് ചെയ്ത് കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. പകരം ബയ്യർ എന്ന പണ്ട് ബയ്യർ നമ്മൾ ഡെബിറ്റ് ചെയ്തിരുന്നില്ലേ സെയിൽ ചെയ്ത സമയത്ത്, അതേ ഡെബിറ്റ് വീണ്ടും എന്ത് ചെയ്തു ഇവിടെ ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ ബില്ലിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തിന് വാല്യൂ ഇല്ല? ബിൽസ് റിസീവബിൾ ബിൽസ് പേബിൾ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ തിരിച്ച് തന്നെ എന്ത് ചെയ്ത് നോർമൽ സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എളുപ്പം. ബില്ല് ഡ്രോ ചെയ്യുന്ന എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് ബില്ല് എന്ത് ചെയ്യുക? ഡിസോണറായ ഉണ്ടാവുക. ദാറ്റ്സ് ഓൾ.